സംസ്ഥാനത്തെ യുവജനതയോട് സർക്കാരിന്റെ ഇരട്ടത്താപ്പ്. സർക്കാർ സർവീസുകളിൽ തൊഴിലുറപ്പാക്കേണ്ട PSCയിലെ ക്രമക്കേടുകളിൽ നടപടി സ്വീകരിക്കാതെ സംസ്ഥാന സർക്കാർ നിയമനം വൈകുന്നതിലും PSCയിലെ ക്രമക്കേടിലും പ്രതികരിക്കാൻ തയ്യാറാക്കാത്ത മുഖ്യമന്ത്രിയും സെലിബ്രിറ്റികളുമാണ് ഡൽഹിയിൽ അരാജകത്വവാദികളുടെ കലാപ നീക്കത്തിന് പിന്തുണ നൽകിയതെന്നാണ് ആക്ഷേപം. സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ നിയമനങ്ങൾ കൃത്യമായി നടക്കാത്തതിലും പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടും വീഴ്ചയും തുടരെ സംഭവിക്കുമ്പോൾ നടപടിയെടുക്കേണ്ട സംസ്ഥാന സർക്കാരാകട്ടെ കണ്ടില്ലെന്ന ഭാവം നടിക്കുകയാണ്. PSCയിലെ നിയമനങ്ങൾ വൈകുന്നതിലെ കാരണം കൃത്യമായി അന്വേഷിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സ് മണ്ണുവാരി തിന്ന് പ്രതിഷേധിച്ചിട്ട് പോലും കണ്ടില്ലെന്ന മനോഭാവമാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും സർക്കാരിനുമുള്ളത്. കഴിഞ്ഞ 20 ദിവസമായി സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് ഒരു സെലിബ്രിറ്റിയുടെയും പിന്തുണ ലഭിച്ചിട്ടില്ല. ഡൽഹിയിൽ അരാജകത്വത്തിൽ കലാപ നീക്കം നടത്തുന്നവർക്ക് പിന്തുണ നൽകിയ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ യുവജനതയോട് അവഗണന കാണിക്കുന്നതെന്നാണ് വിമർശനം. ദൂരെ, അതായത് ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ എത്തി ഇടപെടാൻ കാണിച്ച ആ മനസ്സ് നമ്മുടെ ഈ മുന്നിൽ കാലിഞ്ചുവട്ടിൽ ഈ സെക്രട്ടേറിയറ്റിന് പടിക്കൽ ഇത്രയും ദിവസം നമ്മൾ സമരം ചെയ്യുമ്പോൾ അതിൽ എന്തുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണില്ല എന്നുള്ളത് ഞങ്ങളെ ആശങ്കയിൽ ആഴ്ത്തുന്ന കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം തന്നെയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി ആവശ്യം ഉന്നയിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ നീക്കം. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവഗണന തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ അമർഷവും ഉയരുന്നുണ്ട്. നീതി ലഭിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.